ചേച്ചി അതുപോലെ ചേച്ചി ദുബായി പോയിരുന്ന ടൈമിൽ ഈ കേരളത്തിൽ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എപ്പം ദുബായിൽ പോയാലും ബഹറിന് പോയാലും വിവാദങ്ങളാണല്ലോ. പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടായത് കിച്ചുവിൻ്റെ ഒരു വീഡിയോ മൂലമാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലേക്ക് വന്നത്. ഇതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും ആ ചേച്ചി ആൻസർ പറഞ്ഞിട്ട് അതിലും ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അതിനെന്താണ് പറയാനുള്ളത് മെയിനായിട്ട്? എനിക്കിത്രേ പറയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ 2 മക്കളും ചേട്ടൻ്റെ രക്തത്തിൽ പറഞ്ഞ 2 മക്കളും എനിക്ക് മക്കൾ തന്നെയാണ്. എന്നെ എന്ന് അമ്മയെന്ന് വിളിച്ചു, ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ച കുട്ടിയാണ് കിച്ചു. ഇപ്പം കുട്ടിയല്ല, കുട്ടി വളർന്ന് ഒരു യുവാവായി, 22 വയസ്സുള്ള യുവാവായി. അവന് അവൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. സോ ജോലിയെടുത്ത് ജീവിക്കാനുള്ള ഇതും ആയി, അതായത് പ്രായപൂർത്തിയായി, ജോലിയെടുത്ത് സമ്പാദിച്ച് ജീവിക്കട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. ഓരോ അമ്മമാർക്കും സന്തോഷമേ ഉള്ളൂ. മക്കൾ ജോലിയെടുത്ത് നന്നായിട്ട് ജീവിക്കുക, പ്രൊമോഷനാണെങ്കിൽ പ്രൊമോഷൻ ചെയ്ത് നന്നായിട്ട് ജീവിക്കുക. ഞാൻ എന്തായാലും ഒരു 2-ാനമ്മയോ ഞാനൊരു 3-ാനമ്മയാണ്. കിച്ചുവിൻ്റെ കാര്യത്തിൽ ഞാൻ 3-ാനമ്മയാണ്. എല്ലാവർക്കും അറിയാവുന്നത്, കിച്ചു തന്നെ പറയുന്നുണ്ട് 3ാമത് വന്ന അമ്മയാണെന്ന്. സോ എന്ത് കാര്യമാണേലും എന്താ പറയുക, എനിക്കൊരിക്കലും മക്കളെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഞാനൊരിക്കലും തള്ളി പറഞ്ഞിട്ടുമില്ല. പിന്നെ ഓരോരുത്തരുടെ, അവന് പ്രായപൂർത്തിയായ കുട്ടിയാണ്, അവൻ ചെയ്യട്ടെ, അവൻ എന്തെങ്കിലും പറയട്ടെ. അതിനകത്ത് സുധിച്ചേട്ടൻ മരിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിൽ ഇതുപോലെ ചേച്ചിയുടെ കുടുംബത്തിൽ നിന്ന് അച്ഛനും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി പോയ സമയത്ത് ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ പപ്പ സീരിയസ് ആയിട്ട് കിടക്കുവാണ്, വീട്ടിലല്ല മെഡിക്കൽ കോളേജിൽ കിടക്കുവാണ്. സൂചിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിൻ്റെ അന്നാണ് പപ്പായെ കൊണ്ടുവന്നത്. പപ്പായ്ക്ക് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന പപ്പ എങ്ങനെയാണ് പോകുന്നത്? ആ പോയവർ പള്ളിയിലെ കുറച്ച് പേരും കുറേ അയൽപക്കക്കാരും, എനിക്കറിയില്ല ആരൊക്കെയാണ് പോകുന്നത്, പഴയ ഒരു പള്ളിക്കാരും അയൽപക്കക്കാരുമാണ് പോയത്. അവർ ചിലപ്പോൾ അവരുടെ ആരാണ് സൂചിച്ചേട്ടൻ, അവർ ചിലപ്പോൾ 5-സ്റ്റാർ ഹോട്ടലിൽ കയറിക്കോളും, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, കണ്ട വിഷയമല്ല. എൻ്റെ ചേട്ടാപ്പിയും ഈ പറഞ്ഞ കിച്ചും ഒക്കെ കാറിലിരിക്കുമായിരുന്നു, അവരൊന്നും കഴിച്ചില്ല. ജലപാനം എൻ്റെ ചേട്ടാപ്പി തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് കഴിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ കിച്ചു അതെന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ചേച്ചി ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഇല്ല ആ ടൈമിലോ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് 26-നാണെന്ന് തോന്നുന്നു ഈ വീഡിയോ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ എന്നെ വീഡിയോ കോളും ചെയ്തു. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം, എടാ ഒന്ന് ചിരിച്ചേടാന്ന് പറഞ്ഞപ്പോൾ എന്നോട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തുമില്ല. എന്താണെന്ന് എനിക്കറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഇറങ്ങി പ്രശ്നങ്ങളായി, എനിക്കറിയില്ല എന്താണെന്ന്. അതുപോലെ തന്നെ ഈ ഷഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാരി കിച്ചുവിനെ പോയി കാണുകയും അവർ തമ്മിലുള്ള ഒരു ഫോട്ടോ, അത് 2ാമത്തെ ദിവസമാണ് ഞാനിത് കാണുന്നത്. അപ്പം തന്നെ എനിക്ക് ആദ്യം ഓർത്ത് കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം മനസ്സിലായി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയ പോലെ തന്നെ എനിക്കും പിടികിട്ടി എന്താണ് ഫോട്ടോ ഇടുകയും അതിനുശേഷം ചേച്ചി കിച്ചുവിനെ ട്രാൻസ്ഫർ ചെയ്ത പേയ്മെന്റിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഒക്കെ എല്ലാം ഒന്നും ഇട്ടിട്ടില്ല. 10,000 5,000 7,000 രൂപയൊക്കെ കൊടുത്തൊക്കെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ഒരു 2 ദിവസം മുന്നേ വീഡിയോ കോൾ ചെയ്ത് അമ്മ എന്ന് പറഞ്ഞ് സംസാരിച്ച ആളുമായിട്ട് ഞാൻ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്കറിയില്ല ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ എൻ്റെ പഴയ നാടാണ് കേട്ടോ. അതാ പിന്നെ ഇത് എൻ്റെ മോളായിരുന്നോ? എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിരുന്നേ. പിന്നെ ആലോചിച്ച് എന്തോ എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടത് പറയാൻ. പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പോലും ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടും അല്ലാതെ ഒരുപാട് നല്ല ആളുകൾ എന്ന് പറയാം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേച്ചി ഫാമിലി, പിന്നെ എടുത്ത് പറയാം കരീഷ്മ എൻ്റെ മാനേജർ, ശ്രീലക്ഷ്മി, ജാസി, ഈ ലച്ചു, നമ്മുടെ RJ ലച്ചു, അതുപോലെ സജിന ചേച്ചി, ശ്രീതു, അതുപോലെ പേര് പറയാൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് വ്ളോഗേഴ്സിൽ, നല്ല നല്ല വ്ളോഗേഴ്സ്, സെലിബ്രിറ്റി, സ്വീറ്റി മമ്മി, എന്താ പറയുക, ട്രാൻസ്ജെൻഡേഴ്സിൽ മിക്കവരും എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഒന്നല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഈ ഷഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു ദുബായിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഒരു ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത്, തിരിച്ചു വരുമ്പോൾ 3-4 ബാഗുകളായിട്ട് തിരിച്ചു വരുന്നു. അത് കസ്റ്റംസ് ആണെങ്കിലും ഇല്ലെങ്കിൽ എയർപോർട്ടിലുള്ള ഉദ്യോഗസ്ഥർ ബാഗ് ചെക്ക് ചെയ്യണം, അതിൽ വലിയ കുറേ ഡീലിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ചെക്ക് ചെയ്താണ് വിടുന്നത് എന്ന രീതിയിൽ പല പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ചേച്ചി ദുബായിൽ ഉള്ള സമയത്തും അതുപോലെ കിച്ചുവിൻ്റെ വീഡിയോ വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബാഗായിട്ടും തിരിച്ചു വരുമ്പോഴത്തേക്കും 3-4 ബാഗുകളായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ബാഗ് ചെക്ക് ചെയ്യണം, എയർപോർട്ടിൽ ഉദ്യോഗസ്ഥർ ബാഗ് എന്തായാലും ഉറപ്പായിട്ട് ചെക്ക് ചെയ്യണം. അതിൻ്റെ അത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, സ്മഗ്ലിംഗ് ഉണ്ട്, സ്വർണ്ണക്കടത്തുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെ ചേച്ചി എന്താണ് പ്രതികരിക്കുന്നത്? ഞാൻ ഇത്ര വലിയ സെലിബ്രിറ്റി ആയോ? അങ്ങനെ വലിയ സെലിബ്രിറ്റികൾക്കല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വരെ സ്മഗ്ലിംഗ് ആണോ സ്വർണ്ണക്കടത്താണോ? എന്തായാലും അങ്ങനത്തെ ഇന്ന് ഈ നിമിഷം വരെ ഇപ്പോൾ 5-8 പ്രാവശ്യമായിട്ട് ഞാൻ ദുബായിൽ പോയി വരുന്നുണ്ട്. ദുബായിൽ തന്നെയല്ല, പല ഐലൻഡ് അവിടെ UAE തന്നെ പല സ്ഥലത്തും ഞാൻ പോയിട്ട് വരുന്നുണ്ട്. ബഹ്റൈനിൽ പോകുന്നുണ്ട്.
ഇന്നീ നിമിഷം വരെ അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ കള്ളക്കടത്തിലൂടെ ഒരു രൂപ എനിക്ക് സമ്പാദിക്കേണ്ട. നമ്മൾ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആണല്ലോ നേരെ ചൊവ്വേ മെറ്റേരിൽ നിന്നല്ലേ അവരവിടുത്തെ എടുത്തിട്ട് നമുക്ക് തരുന്ന നമ്മുടെ നിയമത്തിനനുസൃതമായിട്ടുള്ള പൈസയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും കിട്ടുന്നത് അല്ലേ, അല്ലാതെ അത് കള്ളത്തരമൊന്നുമല്ല. അപ്പം ഞാൻ കള്ളത്തരത്തിൽ ഒരു പൈസയും നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ എനിക്ക് അന്ന് ദേഷ്യം കയറുമ്പോൾ പറഞ്ഞു നിൻ്റെ അവിടെ തന്തയാണെന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് ഇപ്പോഴും അങ്ങനെയാണ് പറയാനുള്ളത്. അത് ചെയ്യുന്ന അവിടെ തന്തയും തള്ളയായിരിക്കും, ഞാനല്ല. പിടി കിട്ടിയല്ലോ, വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചേച്ചി. അതുപോലെ തന്നെ ഇപ്പോൾ കിച്ചുവിൻ്റെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കിച്ചു വീട്ടിലോട്ട് വന്ന സമയത്ത് ചേച്ചി ഉപദ്രവിച്ചു എന്നല്ല, ഒരു സമയത്ത് ഒരു അകൽച്ച കാണിച്ചു. അവൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കായിരുന്നു. അവനൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെയും വളച്ചൊടിച്ച് പലരും പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഇല്ലെങ്കിൽ മെൻ്റൽ ഹെൽപ്പ് ആണെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് കുറേ സപ്പോർട്ടേഴ്സും വന്നിട്ടുണ്ട്. ആ ഒരു സംഭവത്തിനെ ചേച്ചി എങ്ങനെയാണ് നോക്കുന്നത്? 11 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടിയെ കിച്ചുവിനെ സുധിച്ചേട്ടൻ എനിക്ക് തന്നത്, അല്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചത്. ഇത്രയേ ഉള്ളൂ കിച്ചു വന്ന്. ഞാനാകെ ഇച്ചിരേ ഉള്ളൂ. ആകെ നിങ്ങൾക്കറിയാലോ എൻ്റെ എത്രയുണ്ടോ ഇച്ചിരേ ഉള്ളൂ ഞാൻ. കിച്ചു ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ സാറ്റ് കളിക്കുമായിരുന്നു, അവനെ കെട്ടിപ്പിടിക്കുമായിരുന്നു, അവനെ എടുക്കത്തില്ല. അവൻ ഇച്ചിരി ആളുണ്ടായിരുന്നു. അവൻ ഓർമ്മയുണ്ട്, അവനെ പാട്ട് പാടി ഉറക്കുമായിരുന്നു, അവനെ കുളിപ്പിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 18-15 വയസ്സുള്ള എത്രയോ എന്നെക്കാളും വളർന്നൊരു കുട്ടി. ആ കുട്ടി അമ്മ എന്ന രീതി എനിക്ക് ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ. ആ കുട്ടി ഇരിക്കുന്നതോട് ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ 24 മണിക്കൂർ? ഇല്ല. അവൻ്റെ റൂമിൽ ചെന്ന് കിടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ ബഹുമാനിക്കേണ്ട സമയത്ത് അവനെ ബഹുമാനിച്ചു, മകനാണെങ്കിൽ പോലും. പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്. ഞാനും അവനും എന്താണ്ട് 14 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ, 14-13 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെയാണ്, ഞാൻ അവൻ്റെ അമ്മ തന്നെ. അപ്പം ഞാൻ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്ത് ബഹുമാനിച്ചു, അത്രേ ഉള്ളൂ. 24 മണിക്കൂറും 15-14 വയസ്സുള്ളൊരു കുട്ടിയുടെ റൂമിൽ പോയി ഇരിക്കാൻ പറ്റുമോ എനിക്ക്? പക്ഷേ ആ വീഡിയോ കാണുന്ന ചേച്ചി സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ചേച്ചിനെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് ആ വീഡിയോയിൽ പറയുന്ന രീതികൾ പറ്റുമ്പോൾ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ചേച്ചി കിച്ചുനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഏതെങ്കിലും സമയത്ത് ഈ ഒരു കാര്യം, ഈ വീഡിയോനെ കുറിച്ച് സംസാരിക്കാൻ? ഞാൻ വിളിച്ചിട്ടില്ല. കാരണം അതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ സംസാരിച്ചതല്ലേ, വീഡിയോ കോൾ ചെയ്തതല്ലേ. പെട്ടെന്ന് ഒരു വ്യക്തി മാറി സംസാരിക്കാമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യും. പിന്നെ അവരെ വിളിച്ച് ഇളക്കി ഇതെന്താണെന്ന് ചോദിക്കണ്ടേ? ഞാൻ ഇന്ന് വരെ അവനെ വിളിച്ചിട്ടില്ല. ഞാൻ അവൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റ് ഇടാറില്ല. ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ലൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാരൊരു 100 വിളിച്ച് അവൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ വിളിച്ചാലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനായിട്ടൊന്നും പറഞ്ഞോ, ഞാനായിട്ട് പിണങ്ങിയോ, ആരോടും പിണങ്ങിപ്പോയിട്ടില്ല. ഇന്നും കിച്ചു അമ്മ എന്ന് വിളിച്ചാൽ എന്തോ എന്ന് വിളിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇന്നും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഈ വീഡിയോ വന്നതിന് ശേഷം ചിലപ്പോൾ എൻ്റെ പേരിലും പല വിവാദങ്ങൾ വരാം, ചിലപ്പോൾ പീഡന കേസോ കാര്യങ്ങളായിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അതിനെന്തായിരിക്കും കാരണമെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ആ ഒരു ആരോപണം എനിക്കറിയില്ല, എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ആരോപണമായിട്ട് വെറുതെ ഒരു പെൺകുട്ടി വന്നാൽ തന്നെ, ഇതിപ്പോൾ ആരുടെ കാര്യമാണേലും, ഇപ്പോൾ ഒരു ആൺ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചുമ്മാ ചെന്നാൽ പോലും അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് വേണം, ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരാളെ അറസ്റ്റ് ചെയ്തൊന്നും പീഡന കേസിൽ പ്രതിയാക്കത്തില്ല. നമ്മൾ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നവർ. അതിന് ഹോസ്പിറ്റലിൽ പോയി അവർ തെളിവെടുപ്പൊക്കെ നടത്തില്ലയോ, അതുപോലെ വൈദ്യപരിശോധന നടത്തി, ഇതൊക്കെ ചെയ്യത്തില്ലേ? പിന്നെ അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പീഡന കേസ് അത് ചുമ്മാ ഒരാൾ വന്നാൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പീഡന കേസിൽ പ്രതിയാക്കും, ഇല്ല. അപ്പം അങ്ങനെ ആരോപണത്തെ പറ്റി എനിക്കിതേ പറയാനുള്ളൂ. അങ്ങനെയൊന്നും സംഭവിച്ചോട്ടെ എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. എന്നെ കുറേ പേര് വിളിച്ചു ചോദിച്ച് ചേച്ചി ഇങ്ങനെ വല്ലതും ആരെങ്കിലും സംഭവിച്ചോ അറിയാമോ? എനിക്കറിയാത്ത കാര്യം ഞാനെങ്ങനെയാണ് പറയുന്നത്? എനിക്കറിയില്ല അതിനെപ്പറ്റി. അതുപോലെ തന്നെ ചേച്ചി സ്നേഹിക്കുന്ന പല ആൾക്കാർക്ക് ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത്. ഈ ചേച്ചി സുധിച്ചേട്ടൻ്റെ കൂടെ വന്നതിന് ശേഷം, കോട്ടയത്ത് വന്നതിന് ശേഷം, സുധിച്ചേട്ടനാണ് ചേച്ചീനെയും ചേച്ചിയുടെ അച്ഛനെയും അമ്മേനെയും ചേച്ചിയുടെ ഹസ്ബൻഡിനെ നോക്കിയെന്ന് കിച്ചു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കേണ്ട കാര്യം എന്താണ് സുധിക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ നോക്കാന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നോക്കിയതാണോ അതോ പൈസ കൊടുത്തിട്ടാണെങ്കിലും ചെലവുകളെല്ലാം? ചേച്ചിയുടെ ഹസ്ബൻഡ് എഞ്ചിനീയറാണ്. പുള്ളി നിങ്ങൾക്ക് അറിയാം, തിരക്കി അറിയാം. പുള്ളി ബിടെക് എഞ്ചിനീയറാണ്. പുള്ളി AVGയിൽ ഈരക്കടവ് കോട്ടയത്തെ ജോലി ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചപ്പോഴാണ് പുള്ളി ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്റ്റ് വർക്കൊക്കെ ഏറ്റെടുത്ത് പുള്ളി അന്നും പെയിൻറ്റിങ് ജോലി ഉണ്ടായിരുന്നു. അതുപോലെ ചേച്ചി നേഴ്സാണ്, പുള്ളിക്കാരി നേഴ്സാണ്. എൻ്റെ കുഞ്ഞിനെ വരെ ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ചേച്ചിയൊക്കെ തന്നെയാണ് കുഞ്ഞിനെ വരെ നോക്കുന്നത്. അല്ലാതെ ആരും എനിക്ക് തോന്നുന്നില്ല. സുചേട്ടനുള്ളപ്പോൾ സുചേട്ടനെ നോക്കി. അതുപോലെ ഒരു വീട്ടിലിപ്പം 3 പിള്ളേരുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ. സുധിച്ചേട്ടൻ ഞങ്ങൾ ഇത്രയും പേരുള്ള വീട്ടിൽ സുധിച്ചേട്ടൻ ഇപ്പം എന്താ പറയുക, ഒരു സാധനം മേടിക്കുന്നു. എനിക്കും കിച്ചുവിനും ഋതപ്പനും മാത്രം തരാൻ പറ്റുമോ? അവർക്ക് എല്ലാവർക്കും, ഒരു വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ അതാണ് ചിലവ്. അതുപോലെ അവരൊരു സാധനം മേടിക്കുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ തരും. ഒരു വീട്ടിലുള്ള അംഗത്തിന് കൊടുക്കുന്ന ഉടനെ ചിലവ് നോക്കുന്നതാണോ? എനിക്കറിയില്ല. എല്ലാവരും നോക്കുന്നതാണോ? അതെനിക്കറിയില്ല. അതിൻ്റെ ആ ഒരു മാനദണ്ഡം എനിക്കറിയില്ല.
എൻ്റെ ചേട്ടനെ സംബന്ധിച്ച് എല്ലാം ചേട്ടന് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും നോക്കാനും സന്തോഷിപ്പിക്കാനും സന്തോഷമാണ്. കിച്ചു അതുപോലെ എൻ്റെ അപ്പനെ നോക്കിയിട്ടുണ്ട്. അപ്പൻ ട്യൂബ് ഇട്ട് കിടക്കുന്നതിന് മുന്നേ വരെ അപ്പൻ നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോദിച്ചത്. സൂചിച്ചേട്ടൻ എപ്പോഴും ജോലിയൊന്നും ഇല്ലായിരുന്നു. സൂചിച്ചേട്ടൻ എപ്പോഴും ജോലിയിൽ വീട്ടിൽ ഇരുന്ന സമയമുണ്ട്. അന്നൊക്കെ എൻ്റെ അപ്പനെ നോക്കിയിട്ടുണ്ട്. ഇതും കൂടെ പറയണം. ഇതും കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആരും അറിയാം, നിങ്ങൾ പറയുന്നല്ലോ അവരെ നോക്കി അവർ. ഞാൻ ഒരു 1.5 മാസം സൂചിച്ചേട്ടൻ അൾസർ വയറിനകത്ത് പൊട്ടിയിട്ട് വൊമിറ്റ് ചെയ്ത് സൂചിച്ചേട്ടൻ ഇങ്ങനെ എല്ലാം തോലുമായിട്ട് 1 മാസം സൂചിച്ചേട്ടൻ വെള്ളം ഇറക്കാതെ നിന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ്റെ പപ്പയമ്മയാണ് സൂചിച്ചേട്ടനെ എടുത്താണ് കഞ്ഞി കുടി. ആരെയും ഞങ്ങൾ അറിയിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ സൂചിച്ചേട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. കിടക്കുമ്പോൾ നമ്മളിപ്പം ഭാര്യയും ഭർത്താവല്ലേ, ജസ്റ്റ് കെട്ടിപ്പിടിക്കുമ്പോൾ ഇതാരാ സൂചിച്ചേട്ടൻ? നമ്മൾ സൂചിച്ചേട്ടൻ എന്തുവാ സൂചിച്ചേട്ടൻ ഇത്രയും ഒരു ഈർക്കൽ പോലെയായിരുന്നു സൂചിച്ചേട്ടൻ അന്ന്. ആരെയും അറിയിച്ചിട്ടില്ലോ. അന്നുമൊക്കെ എൻ്റെ അപ്പനൊക്കെ ഈ ജോലിക്കൊക്കെ പോയല്ലേ ഇദ്ദേഹത്തെ നോക്കിയത്. അന്നൊന്നും ആരും ഇല്ലായിരുന്നല്ലോ ഈ പറയുന്ന ഈ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്ന ആരും ഇല്ലായിരുന്നല്ലോ. ഞാനിതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല ഞാൻ. ഇത് ചോദിക്കാൻ കാരണം തന്നെ കിച്ചുവിൻ്റെ വീഡിയോ കാണുമ്പം ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിനും ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരുന്ന രീതിയിലാണ്. അപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയാണ് ചോദിച്ചത്. അതുപോലെ കിച്ചു പറയുന്നുണ്ട്, എനിക്കും സുധിച്ചേട്ടനും നോ പറയാൻ അറിയില്ല, അതാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ചകൾ എന്നൊരു സംഭവം പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല.